ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നഴ്സിംഗ് ഗവേഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട പക്ഷെ പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ ശേഖരിക്കുന്ന അസംസ്കൃത ഡേറ്റയെ എങ്ങനെയാണ് വിശകലനത്തിനായി തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലേ? കാരണം നോക്കൂ, ഡേറ്റ ശേഖരിക്കുന്നത് ഒരു വശം മാത്രം, പക്ഷേ പലയിടത്തായി ചിതറിക്കിടക്കുന്ന ആ വിവരങ്ങളെ, അതായത് രോഗിയുടെ മറുപടികളും കുറിപ്പുകളുമൊക്കെ എങ്ങനെയാണ് ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നാക്കി മാറ്റുന്നത്? അതാണ് യഥാർത്ഥ വെല്ലുവിളി. ശരിക്കും പറഞ്ഞാൽ അസംസ്കൃത ഡാറ്റ എന്ന് പറയുന്നത് ഒരു കെട്ടുപിണഞ്ഞ നൂലുപോലെയാണ്. ആശയക്കുഴപ്പം നിറഞ്ഞതായിരിക്കും. അതിൽ നിന്ന് അർത്ഥവത്തായ എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധയോടെ ഓരോന്നായി വേർതിരിച്ച് ചിട്ടപ്പെടുത്തണം. ആധുനിക നഴ്സിംഗ് ഗവേഷണത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു പ്രക്രിയയാണ്. അപ്പോൾ നമുക്കിതിന്റെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ഈ അസംസ്കൃത ഡാറ്റ അല്ലെങ്കിൽ റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമുക്കാദ്യം അതൊന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു പഠനത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളുമാണിത്. ചിട്ടയില്ലാത്ത സർവേ ഉത്തരങ്ങൾ, പലയിടത്തായി എഴുതിവെച്ച രോഗികളുടെ വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണങ്ങൾ, ഇതെല്ലാം ഇതിൽപ്പെടും. ഇതിന് കൃത്യമായൊരു ഘടനയോ ഓർഡറോ ഒന്നും ഉണ്ടാവില്ല. ഒരു ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്ന പോലെയാണെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ക്രൂഡ് ഓയിൽ നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതിനെ റിഫൈൻ ചെയ്താണ് നമ്മൾ പെട്രോളും ഡീസലുമൊക്കെ ആക്കുന്നത്. അതുപോലെ ഈ അസംസ്കൃത ഡേറ്റയെയും ഉപയോഗപ്രദമായ അറിവുകളാക്കി മാറ്റാൻ പല ഘട്ടങ്ങളിലൂടെ കടത്തിവിടേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റയെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത്? അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം: എഡിറ്റിംഗും ക്ലീനിങ്ങും. അതായത് ലഭിച്ച വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് വൃത്തിയാക്കുന്ന പ്രക്രിയ. ഈ കാണുന്നത് നമ്മുടെ ഒരു റോഡ് മാപ്പ് പോലെയാണ്. നമ്മളിനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അസംസ്കൃത ഡാറ്റയിൽ നിന്ന് തുടങ്ങി വിശകലനം വരെ എത്തുന്ന ഒരു ചിട്ടയായ വഴിയാണിത്. ഇവിടെയാണ് ക്വാളിറ്റി കൺട്രോൾ തുടങ്ങുന്നത്. കാരണം ഡേറ്റ കൃത്യമാണോ, കംപ്ലീറ്റ് ആണോ എന്നൊക്കെ ഉറപ്പാക്കേണ്ടത് ഇവിടെയാണ്. ഒന്നോർത്തു നോക്കൂ, ഒരു രോഗിയുടെ പ്രായം 35 എന്നതിനു പകരം 350 എന്ന് തെറ്റായി രേഖപ്പെടുത്തിയാൽ അത് പഠനത്തിന്റെ ഫലത്തെ തന്നെ മാറ്റിമറിക്കും. അത്തരം പിഴവുകൾ നമ്മളിവിടെ കണ്ടെത്തി തിരുത്തുന്നു. ഇതിന് 2 രീതികളുണ്ട്. ഫീൽഡ് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഡേറ്റ ശേഖരിക്കുന്ന സമയത്ത് തന്നെ അന്വേഷകൻ നടത്തുന്ന ചെറിയ തിരുത്തലുകളാണ്. ഉദാഹരണത്തിന് ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ. എന്നാൽ സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞ ശേഷം ഒരു സ്ഥലത്ത് വെച്ച് വിദഗ്ധർ വിശദമായി പരിശോധിക്കുന്ന പ്രക്രിയയാണ്. ഇനി കൃത്യത ഉറപ്പാക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്താണെന്നറിയാമോ? അതാണ് ഡബിൾ ഡാറ്റ എൻട്രി. അതായത് ഒരേ ഡാറ്റ 2 വ്യത്യസ്ത ആളുകൾ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നു. രണ്ടിലും എന്തെങ്കിലും വ്യത്യാസം വന്നാൽ സിസ്റ്റം ഉടനെ അത് കണ്ടെത്തും. ഇത് മനുഷ്യസഹജമായ തെറ്റുകൾ ഒഴിവാക്കാൻ ഒരുപാട് സഹായിക്കും. ശരി, ഡേറ്റ ക്ലീൻ ചെയ്തു. ഇനി അടുത്തതെന്താ? അടുത്തത് വളരെ നിർണായകമായൊരു ഘട്ടമാണ്: കോഡിംഗ്. ഇവിടെയാണ് നമ്മൾ രോഗികളുടെ അഭിപ്രായങ്ങൾ പോലുള്ള വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക്, അതായത് സംഖ്യകളിലേക്ക് മാറ്റുന്നത്. അതായത് നമ്മൾ ഈ വാക്കുകളെയും ആശയങ്ങളെയുമൊക്കെ നമ്പറുകളാക്കി മാറ്റുന്നു. എന്തിനാണെന്നല്ലേ? കമ്പ്യൂട്ടറിനും സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറിനും ഇത് വിശകലനം ചെയ്യാൻ എളുപ്പമാവാനാണ്. ഈ ടേബിൾ നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. പുരുഷൻ എന്നതിന് 1 എന്നും സ്ത്രീ എന്നതിന് 2 എന്നും നമ്മൾ കോഡ് കൊടുക്കുന്നു. ഇതുവഴി ആയിരക്കണക്കിന് ആളുകളുടെ ഡേറ്റ കമ്പ്യൂട്ടറിന് എളുപ്പത്തിൽ പ്രോസസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇത് നമ്പറുകൾക്ക് മാത്രമല്ലേ പറ്റൂവെന്ന്. അല്ല, ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾക്കും ഇത് ബാധകമാണ്. ഉദാഹരണത്തിന്, മരുന്ന് കഴിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എന്ന ചോദ്യത്തിന് രോഗി പറയുന്ന നീണ്ട മറുപടിയെ സാമ്പത്തിക പ്രശ്നങ്ങൾ, പാർശ്വഫലങ്ങൾ എന്നിങ്ങനെയുള്ള ആശയങ്ങളായി തരംതിരിച്ച് അവയ്ക്കും നമ്മൾ കോഡുകൾ നൽകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേറ്റ ക്ലീൻ ചെയ്തു, കോഡും ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ശരിക്കും ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെയാണ് ചില സാധാരണ പ്രശ്നങ്ങളെ നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഇത് ഗവേഷണത്തില് എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ്. ഡാറ്റയിൽ ചില വിവരങ്ങൾ ഇല്ലെങ്കിലോ? ഉദാഹരണത്തിന്, ഒരാൾ സർവേയിലെ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഡാറ്റയെ എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പോൾ ഈ മിസ്സിംഗ് ഡേറ്റയെ കൈകാര്യം ചെയ്യാൻ പ്രധാനമായും 3 വഴികളുണ്ട്. ഒന്നുകിൽ ഉത്തരം കിട്ടാത്തതിന് ഒരു പ്രത്യേക കോഡ് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റുത്തരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ശരാശരി മൂല്യം കൊടുക്കാം. അതുമല്ലെങ്കിൽ ഒരുപാട് വിവരങ്ങൾ തരാത്ത ആളുടെ ഡേറ്റ പൂർണ്ണമായും ഒഴിവാക്കാം.
പഠനത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കാത്ത രീതിയിൽ ഇതിൽ ഏത് വേണമെന്ന് ഗവേഷകർ തീരുമാനിക്കും. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് വലിയ ഡാറ്റയെ ചെറിയ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകളാക്കി മാറ്റുകയാണ്. ഉദാഹരണത്തിന്, രോഗികളെ ഓരോരുത്തരുടെയും പ്രായം വെച്ച് പഠിക്കുന്നതിന് പകരം 20, 30, 31, 40 എന്നിങ്ങനെയുള്ള പ്രായപരിധിയിലുള്ള ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ഒരു പ്രത്യേക രോഗം ഏത് പ്രായക്കാരെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്ന് കണ്ടെത്താനൊക്കെ ഇത് സഹായിക്കും. ഈ ഓർഗനൈസ്ഡ് ചെയ്ത ഡേറ്റയെ വിശകലനം ചെയ്യാൻ ഗവേഷകർ കുറേ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ചില പ്രധാനപ്പെട്ടവയാണ് SPSS, Excel, STATA എന്നിവ. ഓരോ സോഫ്റ്റ്വെയറിനും അതിൻ്റേതായ പ്രത്യേകതകളും ഗുണങ്ങളുമുണ്ട്. അപ്പോ ഏകദേശം എല്ലാം സെറ്റായി. ഇനി നമ്മൾ യഥാർത്ഥ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പുള്ള അവസാന സ്റ്റെപ്പാണ്. ഇതിന്റെ പേര് ഡേറ്റ ടാബുലേഷൻ എന്നാണ്. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. നമ്മൾ ഈ എല്ലാ വിവരങ്ങളെയും നല്ല വൃത്തിയുള്ളൊരു ടേബിളിലേക്ക് മാറ്റുന്നു. അത്രയുള്ളൂ. പ്രായം ഒരു കോളത്തിൽ, ലിംഗഭേദം അടുത്ത കോളത്തിൽ, രോഗാവസ്ഥ വേറൊരു കോളത്തിൽ, അങ്ങനെ. ഇതുകൊണ്ട് എന്താണ് ഗുണമെന്നല്ലേ? ഒന്നാമതായി ഒറ്റനോട്ടത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. രണ്ടാമതായി ഡേറ്റയിൽ ഒളിഞ്ഞിരിക്കുന്ന ബന്ധങ്ങൾ, അതായത് പാറ്റേണുകൾ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക ഭക്ഷണക്രമവും രക്തസമ്മർദ്ദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നീ പട്ടിക നോക്കിയാൽ ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം കാതൽ ഈ ഒരു വാക്യത്തിലുണ്ട്. ഫലപ്രദമായ ഡേറ്റ തയ്യാറാക്കലാണ് ഒരു ഗവേഷണത്തിന്റെ ഗുണനിലവാരത്തെയും വിശ്വാസ്യതയെയും തീരുമാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മികച്ച ഗവേഷണം തുടങ്ങുന്നത് മികച്ച ഡേറ്റ തയ്യാറെടുപ്പിൽ നിന്നാണ്. ഇത്രയും കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഡേറ്റ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ആരോഗ്യ ഗവേഷണത്തിൽ ഈ കൃത്യത ഉറപ്പാക്കാൻ ഇനി അടുത്തതായി എന്ത് സംഭവിക്കും? ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും മെഷീൻ ലേണിംഗിനുമൊക്കെ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞേക്കാം. എന്തായിരിക്കും അടുത്ത വലിയ മുന്നേറ്റം? അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിക്കുക.